മമ്മൂട്ടിയുടെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ലാലേട്ടൻ കേട്ടോ. മമ്മൂട്ടിയുടെ ഭയങ്കര അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. കാരണം മമ്മൂട്ടിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ ശബരിമലയിൽ പോയി സാറ് അത് കൂടുതൽ അനുഗ്രഹമുണ്ട്. കാരണം മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ ഫാൻസും ഒറ്റക്കെട്ടായിട്ടിരിക്കുകയാണ് ഇപ്പൊ. മറ്റേന്ന് പറഞ്ഞാൽ ഏത് പടം മോഹൻലാലിന്റെ ഇറങ്ങിയാലും മമ്മൂട്ടിയുടെ ഇറങ്ങിയാലും രണ്ടുപേരും യുദ്ധമായിരുന്നു. അതിപ്പം രണ്ടുപേരും ഒറ്റക്കെട്ടായിട്ടിരിക്കുകയാണ്. മമ്മൂട്ടി ഫാൻസ് ഒറ്റക്കെട്ടായിട്ടിരിക്കുകയാണ്. കാരണം മമ്മൂട്ടി സാറിന് വേണ്ടിയിട്ട് ലാൽ സാറ് ശബരിമലയിൽ പോയി നന്നായിട്ട് പ്രേയർ നടത്തി. എന്തോ ഒരു ചെറിയ ഒരു വിഷമാന്ന് പറയുന്ന കേട്ടു. ഞാനിപ്പോ വേളാങ്കണ്ണി പോയിരിക്കാം മമ്മൂട്ടി സാറിന് വേണ്ടിയിട്ട്. കാരണം മോഹൻലാൽ സാറിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. പൃഥ്വിരാജിനെ കണ്ടിട്ടില്ല. വരുന്നു പൃഥ്വിരാജ് വരുന്നു. ലാലേട്ടന്റെ മോനെ ആ ക്ലാസ് ആണ്, ആ വെടിച്ചില് ക്ലാസ് വെച്ചുള്ള വരവുണ്ട് ഇങ്ങനെ. അതാണ് ഇനിയിപ്പോ അടുത്ത കാണാം. ഓക്കെ, അടിപൊളി എക്സൈറ്റഡ് ആണ്. എന്താ പറയുക, നിങ്ങൾ കയറി കാണാൻ അടിപൊളിപ്പണം. ഹാഫ് ടൈം പറഞ്ഞ സെറ്റപ്പാണ്. ഇത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുള്ളത്. അടിപൊളിയാണ്. ഇതുപോലെ ശേഷം ഈ കേരളത്തിൽ ഇതാണ് അത് നല്ല സൂപ്പറായിരിക്കും. രാജുവേട്ടൻ ചെയ്തേക്കണെന്ന് പറഞ്ഞല്ലേ, ഈ മലയാള സിനിമയിൽ കൂടി രാജുവേട്ടൻ ചെയ്തിട്ടില്ല. അയ്യോ എന്താ സെറ്റപ്പാണ്. ഇംഗ്ലീഷ് സിനിമ മാറിയിരിക്കും, ഹിന്ദി സിനിമയ്ക്ക് നമ്മൾ ഇത് കൂടെ കണ്ടിട്ടുള്ളൂ. അടിപൊളി. രാജുവേട്ടൻ ചെയ്തേക്കണം അടിപൊളി. മോഹൻലാൽ ലാലേട്ടനാ പാടി തീക്കാച്ചു. അടിപൊളി. ആ അടിപൊളി. ഈ സെക്കൻഡ് ഹാഫിലായിരിക്കും കുറച്ചും ഇൻട്രസ്റ്റിംഗ് തോന്നുന്നു. ഫസ്റ്റ് ഒരു അങ്ങനെയാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് എന്തായാലും കൊള്ളാം. ഫ്രെയിംസും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. BGM എല്ലാം അടിപൊളിയാണ്. നല്ലൊരു എല്ലാവരും മസ്റ്റായിട്ട് കാണേണ്ട ഒരു ഇതാണ്. സെക്കൻഡ് ഹാഫിലെ ബാക്കി പറയാൻ പറ്റില്ല. ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല. കോരി തെറിച്ചോണ്ടിരിക്കുക. അടിപൊളി, കൊള്ളാം, ഗംഭീരം, നല്ലോണം ഇന്റർവെൽ പക്കാ മാസ്.